വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരുണാവാരിധിയായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മലപ്പുറം വെസ്റ്റ് ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള തസ്കിയത്ത് സംഗമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയിലാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മുവഹിദുകളായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹു നമ്മൾക്ക് ഹിദായത്ത് നൽകിയെന്നും ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യവും അനുകൂലമായ ഘടകങ്ങളും അള്ളാഹു നമ്മൾക്ക് സംവിധാനിച്ചു എന്നത് തന്നെയാണ്. ഹിദായത്ത് സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ പ്രവേശന കവാടമാണ്. ആ ഹിദായത്തനുസരിച്ച് മുന്നോട്ടു പോയാൽ, തസ്കിയത്തുള്ള ആളുകളായി തീർന്നാൽ, അള്ളാഹു നമ്മൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് സുന്ദരമായ സ്വർഗലോകമാണ്, മനോഹരമായ സ്വർഗാരാമങ്ങളാണ്. വഇദ്ദത്തുൽ ഇബാദിയ സ്വാലിഹീൻ, സച്ചരിതരായ എന്റെ നല്ലവരായ സംസ്കാരം ലഭിച്ച ആളുകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചു. മാല ഐനുൻ റഅത്, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഇതുവരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി അൽ ബശർ, ഏതെങ്കിലും ഒരു ചിത്രകാരന്റെ ക്യാൻവാസിലോ ഏതെങ്കിലും ഒരു കവിയുടെ കവിതയിലോ ഏതെങ്കിലും ഒരു കഥാകാരന്റെ കഥയിലോ ഇതുവരെ വരാത്ത മനോഹരമായ, കണ്ണുകൾക്ക് സന്തോഷവും ആഹ്ലാദവും നൽകുന്ന സ്വർഗാരാമങ്ങൾ ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു. ആ സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ് റമദാനിലെ നോമ്പും നമ്മുടെ സംഗമങ്ങളുമെല്ലാം. അള്ളാഹു നമ്മെ അതിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, മുവഹിദുകളായ നമ്മുടെ ജീവിതത്തിൽ പിശാച് സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് വളരെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടുകളിൽ സാധാരണയായി രണ്ട് തരത്തിലുള്ള മരണങ്ങൾ നടക്കാറുണ്ട്. ഒരു വീട്ടിൽ നമ്മൾ പോവുകയാണ്, രണ്ട് വീട്ടിലും അവിടുത്തെ ഉപ്പയാണ് മരിച്ചത്. ഒന്നാമത്തെ വീട്ടിലേക്ക് നമ്മൾ പോയി, അവിടെ പിതാവ് മരിച്ചതിന്റെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആളുകൾ കരയുന്നു, സങ്കടപ്പെടുന്നു. പലരും അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് അവർക്കറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ പോവുകയാണ്. ഞാൻ പച്ചയായ ഒരു ജീവിത വശം പറയണം. അവിടെ പോയി ചില ആളുകൾ പറയും, പടച്ചോനെ, വല്ലാത്തൊരു റാഹത്തുള്ള മരണം, സന്തോഷമുള്ളൊരു മരണം. എന്തേ സന്തോഷമുള്ള മരണം എന്ന് പറയാൻ കാരണം? അതിന് കാരണം ആളുകൾ തന്നെ പറയും. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്, 2 പെൺകുട്ടിയാണ്. 2 പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു. പിന്നെ ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി പിതാവിന്റെ കൂടെ, വാപ്പയുടെ കൂടെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. 3 മക്കളുടെയും കാര്യം പരിപൂർണമായി നോക്കിയതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചുപോയത്. ചില ആളുകൾ പറയും, അദ്ദേഹം മരിച്ചു പോകുമ്പോഴേക്കും 2-3 വാടക കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി മരിച്ചുപോയാലും കുടുംബത്തിന് അതിൽ നിന്നുള്ള വരുമാനമുണ്ട്, മക്കൾക്ക് സുഖമാണ്, ഭാര്യയ്ക്ക് സുഖമാണ്, വീണ്ടും ജീവിക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ്സും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഒരു വീടുണ്ട്, വാഹനമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നു, വല്ലാത്ത റാഹത്തുള്ള മരണം. ചില സഹോദരിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പടച്ചോനെ, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് മരിച്ചാ മതിയായിരുന്നു. രണ്ടാമത്തെ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെയും വാപ്പ മരണപ്പെട്ട് കിടക്കുകയാണ്. ആ വീട്ടിൽ ആളുകൾ പോയി ചെന്നിട്ട് സങ്കടത്തോടുകൂടി അവരുടെ മുഖം വിവർണമാകുന്നത് കാണാം. ആളുകൾ പറയും, പടച്ചോനെ, വല്ലാത്തൊരു മരണം കേട്ടോ. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം?
റാഹത്തില്ലാത്തൊരു മരണം, പ്രയാസകരമായൊരു മരണം. എന്തേ കാരണം? മരിച്ച നമ്മുടെ സുഹൃത്തിന് 4 കുട്ടികളാണ്. 3 കുട്ടികളും പെൺകുട്ടികളാണ്. 3 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നുള്ളത് ഒരു ചെറിയ ആൺകുട്ടിയാണ്. അവൻ 4ാമത്തവനാണ്. അവൻ വളർന്നു വലുതായിട്ട് വേണം ഈ 3 പെൺകുട്ടികളെയും ഇനി വിവാഹം ചെയ്തു കൊടുക്കാൻ. എപ്പോഴാണ് കഴിയുക എന്നറിയില്ല. അദ്ദേഹം ആ നാട്ടിലെ സജീവനായ പ്രവർത്തകൻ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും വാടക വീട്ടിലാണ്. സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കിയിട്ടില്ല. വേറൊരു വരുമാനമല്ല. ആ കുടുംബത്തിന് പട്ടിണി കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് പോയി. ആളുകൾ പറയും, പടച്ചോനെ, മരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും മരിക്കാൻ പാടില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മുടെ നാട്ടിലെ 2 ചിത്രമാണ്. നമ്മൾ ഈ 2 പേരുടെയും പാരത്രിക ലോകവുമായി ബന്ധപ്പെടുത്തി അവരുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒന്നാമത്തെയാൾ നമ്മൾ റാഹത്തുള്ള മരം എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം ആ നാട്ടിലെ ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്, അധ്യാപകനാണ്, കൂലിപ്പണിക്കാരനാണ്, ആരായിക്കോട്ടെ. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും അദ്ദേഹത്തിന്റെ ഏർപ്പാടുമായി. അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരമാണ് വരിക. ജോലി കഴിയുമ്പോഴേക്ക് 2-3 ആൾക്കാരുമായി ബിസിനസ്സുമായി സംസാരം ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കോൺഫറൻസ് ഉണ്ടാകും. അത് കഴിയുമ്പോഴേക്കും വീട്ടിലേക്കെത്താൻ 10 മണിയായിട്ടുണ്ടാവും. 10 മണിയാകുമ്പോഴേക്കും മക്കൾ കടന്നിട്ടുണ്ടാകും. അദ്ദേഹം വന്ന ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ. എന്തേ കാരണം? വീണ്ടും വിളികൾ വന്നുകൊണ്ടിരിക്കാൻ. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുകയാണ്, വേറൊന്നുമല്ല, ഓടുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഓട്ടത്തിനിടയിൽ ജമാഅത്ത് അദ്ദേഹത്തിന് കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെ വണ്ടി നിർത്തി ഓടി വന്ന് വണ്ടി ഓഫാക്കാതെ പോയി ളുഹർ നിസ്കരിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കോഴി കൊത്തുന്നത് പോലെയുണ്ട് ചില ആൾക്കാരുടെ നിസ്കാരം. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ്. ആ നിസ്കാരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ തസ്കിയത്ത് സംഗമം നടക്കാൻ. അദ്ദേഹം വരും 14-ാം തീയതിയോ, അന്ന് കഴിയില്ല, ഞാൻ 2-3 ആൾക്കാരുമായി എൻഗേജ്ഡ് ഉണ്ട്, അതുകൊണ്ട് അന്ന് കഴിയില്ല, നിങ്ങൾ 15-ാം തീയതി പറ്റുമോ? സോളെ പറ്റൂല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഒരു ക്യാമ്പിനും വരൂല. വരാൻ നേരമില്ലാത്തോണ്ടാണ്, ആഗ്രഹമില്ലാത്തോണ്ടല്ല. അദ്ദേഹത്തിന്റെ നാട്ടിൽ മദ്രസന്റെ വാർഷികം നടക്കാൻ. അദ്ദേഹം വേണമെങ്കിലും ഒന്ന് വന്നു 500 രൂപ തന്ന് അദ്ദേഹം പോകും. എവിടെയും നിൽക്കാൻ അദ്ദേഹത്തിന് നേരമില്ല, ക്ലാസുകൾക്ക് നേരമില്ല. വാർഷികത്തിന് നേരമില്ല. തസ്കിയത്ത് സംഗമ ഗംഭീരമായ ജോലിയായി 60-ാമത്തെ വയസ്സിൽ ഓട്ടത്തിനിടയിൽ ചെറിയ ഒരു അറ്റാക്ക് വന്നു. ഒന്ന് തളർന്നു, ബെഡിലേക്കായി. ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ടല്ലാതെ പരസഹായമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ 2 ദിവസമായി അദ്ദേഹം ബെഡിലാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് അവരവരുടെ ജോലി കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ശാന്തമായി അദ്ദേഹത്തിന്റെ ബെഡ് കടന്നിട്ട് ആലോചിക്കാൻ, പടച്ചോനെ, 10-60 കൊല്ലായി ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കണ്, എന്താ ഇപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി? അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എന്താ വരിക അറിയോ? നല്ലൊരു വീടുണ്ട്, വാഹനമുണ്ട്, മക്കളെ മുഴുവൻ കെട്ടിച്ചു, മക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, മകന് ജോലിയാക്കി കൊടുത്തു, ഞാൻ മരിച്ചാലും താമസിക്കാൻ വീടുണ്ടാക്കി കൊടുത്തു, വാഹനം ഉണ്ടാക്കി കൊടുത്തു, വാടകയുടെ വരുമാനം ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ പടച്ചോനെ, 60 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മുന്നിലെ മറുപടി വട്ടപൂജ്യം. ജമാഅത്ത് കിട്ടിയിട്ടില്ല, തറാവിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല, സ്വതക്ക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഓടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ഇനിയാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനും വയ്യ, ഇങ്ങനെ ഞാൻ മരിച്ചാൽ എനിക്ക് നരകം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് ഈ ദുനിയാവിൽ നിന്ന് ഒരു ദിവസം യാത്രയായതിനെ കുറിച്ചിട്ടാണ് പ്രിയപ്പെട്ട മുവഹിദുകളെ നമ്മൾ പറഞ്ഞത്. എന്തെന്നറിയോ? റാഹത്തുള്ള മരണം, സന്തോഷമുള്ള മരണം. എന്തുകൊണ്ട്? അതിന്റെ മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്. 2-ാമത്തെ വീട്ടിലേക്ക് നമ്മൾ പോയില്ലേ, വല്ലാത്തൊരു ഇടങ്ങേറുള്ള മരണം എന്ന് പറഞ്ഞില്ലേ. ആ വീട്ടിൽ ISM-ന്റെ പ്രവർത്തകനാണ്, KNM-ന്റെ പ്രവർത്തകനാണ്, സാധാരണ ഒരു മുജാഹിദ് പ്രവർത്തകനാണ്. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിന്റെ സാധാരണ കൂലിപ്പണിക്ക് അദ്ദേഹം പോകും. ആ പോയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന് സ്വതക്ക കൊടുക്കും. ആ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് നാട്ടിൽ തസ്കിയത്ത് സംഘമാണെങ്കിൽ അദ്ദേഹം 14-ാം തീയതി ഇൻഷാ അല്ലാഹ് അന്ന് ലീവ് എടുത്ത് അദ്ദേഹം വരും. അവിടുത്തെ മൈക്ക് സെറ്റും അവിടുത്തെ ഇരിപ്പിടവും അവിടുത്തെ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഉണ്ടാകും. അതിന്റെ മുഴുവൻ പുണ്യവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലായി. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു ക്ലാസ് നടക്കുകയാണെങ്കിൽ അദ്ദേഹം തലേ ദിവസം വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. കുടുംബത്തിൽ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നേരത്തെ വരും. എല്ലാ പുണ്യവും അദ്ദേഹം നേടിയെടുക്കും. ആ നേടിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അധികം
ലോകമൊന്നും നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ പട്ടിണി കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു ദിവസം 35-ാമത്തെ വയസ്സിൽ 40-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ അറ്റാക്ക് വന്ന് അദ്ദേഹത്തെ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. എങ്ങനെ പ്രിയപ്പെട്ടവരെ, 1000 നന്മയുടെ 10,000-കണക്കിന് പുണ്യങ്ങളുടെ 1 കോടിക്കണക്കിന് കൂലിയുടെ വലിയ ബാന്ധവുമായി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ, മാലാഖമാർ മുഴുവൻ അത്തർ പൂശി പരവതാനികൾ വിരിച്ച് സുഗന്ധം പൂശി കണ്ണിറച്ച് കണ്ട് സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ നോക്കി നാട്ടിൽ നിൽക്കുന്ന നമ്മൾ പറയാൻ വല്ലാത്തൊരിടങ്ങേറുള്ള മരണം. എന്തുകൊണ്ട്? ആ ചിന്തയാണ് ആദ്യമായി വരേണ്ടത്. വിശ്വാസികളെ, നമ്മൾ തൗഹീദുള്ളവരാണ്, നമ്മൾ തസ്കിയത്തുള്ളവരാണ്. പക്ഷേ നമ്മളെ പിശാച് വഴിതെറ്റിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ്. അതിന് കാരണം ഒരു ജീവിതത്തിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ ആഹ്ലാദവും നമ്മുടെ ദുഃഖങ്ങളുമെല്ലാം ഇപ്പോഴും ദുനിയാവുമായിട്ട് മാത്രമാണ് ബന്ധം. അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടുപോയി, അയാൾക്ക് വേണ്ടി പരലോകത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നാട്ടിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ റാഹത്തുള്ള മണ്ണെന്ന് പറയാൻ കാരണം, ഒരു ISM-ന്റെ പ്രവർത്തകൻ മരണപ്പെട്ടുപോയി, അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി 1000 പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടും അധികമൊന്നും ദുനിയാവിൽ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ മുജാഹിദുകളായ നമ്മൾ പറയുകയാണ് വല്ലാത്തൊരു ദുർമരണം. അതിന് കാരണം നമ്മുടെ സന്തോഷവും ആഹ്ലാദവും ഇപ്പോഴും പരലോകവുമായി മാത്രം ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, എന്റെ ഉമ്മമാരോട് ചോദിക്കാൻ, ഉമ്മമാരെ, നിങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. ആ 2 പെൺകുട്ടികളിൽ ഒരാളെ നിങ്ങൾ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചു, 2 പേരെയും. അതിലൊരു വീട്, 1-ാമത്തെ മകൾ നിങ്ങൾ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചത് ധനാഢ്യമായൊരു കുടുംബത്തിലേക്കാണ്. ധനാഢ്യമായൊരു കുടുംബം, വേലക്കാരുണ്ട്, സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, യാത്രാ സൗകര്യമുണ്ട്, ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കാം, എല്ലാം ഉണ്ട്. പക്ഷേ എടുത്തൊരു പള്ളിയില്ല, ജുമാക്ക് പോകാൻ കഴിയില്ല, പുടവയോ ശബാബോ അൽമനാറോ സ്നേഹസംവാദമോ ആ വീട്ടിൽ വരുത്തണില്ല. അവിടെ നിന്നൊരു QLS-ന്റെയോ QHLS-ന്റെയോ പരീക്ഷ എഴുതാൻ കഴിയില്ല. ഇസ്ലാമികമായ ഒരു ദീനിയായ ഒരു മദ്രസ അവിടെയില്ല. അവിടെ അനിസ്ലാമികമായി ശിർക്ക് പഠിപ്പിക്കുന്ന മദ്രസയേ ഉള്ളൂ. അവിടേക്കാണ് നമ്മുടെ 1-ാമത്തെ കുട്ടിയെ നമ്മൾ പറഞ്ഞയച്ചത്. 2-ാമത്തെ കുട്ടി നമ്മൾ കെട്ടിച്ചു വിട്ടത് ഒരു സാധുവായ മുജാഹിദിന്റെ വീട്ടിലേക്കാണ്. അവിടെ അദ്ദേഹത്തിന്റെ വാപ്പാമ്മ ഇവര് 3 ഉള്ളൂ. ഭർത്താവിന്റെ കാര്യം നോക്കണം, വയസ്സായ ഉമ്മാനിയും ബാപ്പാനിയും കാര്യം നോക്കണം. കുറച്ച് പ്രയാസമുണ്ട്, അധികമൊന്നും സൗകര്യങ്ങൾ ആ വീട്ടിലില്ല. പക്ഷേ അടുത്ത് പള്ളിയുണ്ട്, 4 വക്തിനോ 3 വക്തിനോ 5 വക്തിനോ പോകാൻ കഴിയും. അവിടെ എടുത്ത് മദ്രസ ഉണ്ട്. ഈ വീട്ടിലത്തെ ജോലി കഴിഞ്ഞിട്ട് മദ്രസയിലെ ലേണിംഗ് ക്ലാസ്സിന് നമ്മുടെ കുട്ടിയാണ് ആളുകളെ വിളിക്കാറുള്ളത്. അവിടെയുള്ള MGM-ന്റെ പ്രവർത്തനത്തിന് നമ്മുടെ കുട്ടിയാണ്. ജുമാക്ക് എല്ലാത്തിനുമുണ്ട്. സഹോദരിമാരെ, ഉമ്മമാരെ, മുജാഹിദുകളായ എന്റെ ഉമ്മമാരെ, ഈ 2 മക്കളെ കുറിച്ചും സത്യസന്ധമായി ഒരാൾ ചോദിക്കാൻ, ഫാത്തിമാത്ത, എന്താണ് നിങ്ങൾ 2 കുട്ടികളെയും വർത്താനം? ഞാൻ പറഞ്ഞ രസങ്ങളെ, ഞാൻ ചോദിച്ചതുകൊണ്ട് എന്റെ ഉമ്മ അടക്കം പറയണ മറുപടി എന്തായിരിക്കും? സ്വാഭാവികമായി പറയും, 1-ാമത്തോള്, പടച്ചോനെ, ഓളക്കാര് സന്തോഷാൻ, ഓളക്കാര് റാഹത്താൻ. എന്താ റാഹത്ത്? ഓൾക്ക് തിരുമ്പണ്ട, റാഹത്താണ്. ഓൾക്ക് അരക്കണ്ട, റാഹത്താണ്. അവളുടെ മാപ്പിള ജീവിതത്തിൽ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും, റാഹത്താണ്. ഇടക്ക് ഊട്ടി കൊണ്ടുപോകും, റാഹത്താണ്. ബിരിയാണി തിന്ന കുട്ടിക്ക് റാഹത്താണ്. സഹോദരങ്ങളെ, 2-ാമത്തെ കുട്ടിയോ, പടച്ചോനെ, ഞാനിതാ ഇന്ന് സുബൈക്കും കൂടി ഓളെ കട്ടപ്പാട് ആലോചിച്ച് കരഞ്ഞിട്ടേ ഉള്ളൂ. എന്തേ കാരണം? ഓൾക്ക് വീട്ടിലത്തെ പണി, ഉമ്മാന്റെ പണി, വാപ്പാന്റെ പണി, വീട്ടിലധികം സൗകര്യമില്ല. മുജാഹിദുകളെ, നമ്മൾ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നു നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്? പടച്ചോനെ, 1-ാമത്തെ കുട്ടി എന്തൊരു സൗകര്യം ഉണ്ടായിട്ടെന്താ? പടച്ചോനെന്റെ കുട്ടിക്കൊരു ജുമാക്ക് പോകാൻ കഴിയണില്ല, ഒരു ലേണിങ്ങിന് പോകാൻ കഴിയണില്ല. പടച്ചോനെ, എന്റെ കുട്ടി എങ്ങാനും നാളെ മരിച്ചാൽ എന്റെ മയ്യത്ത് സ്കരിക്കാൻ പോലും കഴിയില്ല. അവിടെ ഒരു അടുത്ത തലമുറ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടാകൂല. അവളെ എങ്ങാനും ആ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കഴിപ്പിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് ഞാൻ കുറ്റക്കാരിയാകുമോ എന്നാലോചിച്ചിട്ട് എനിക്ക് ബേജാറാണ് എന്ന് പറയുന്ന എത്ര ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉണ്ട്. 2-ാമത്തെ കുട്ടി, പടച്ചോനെ, കുറച്ചൊക്കെ പ്രയാസാൻ, എന്നാലും സാരല്ല, അള്ളാഹുവാണ് കൊടുക്കണോൻ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ സമാധാനം ഉണ്ടാവും. എന്റെ കുട്ടിക്ക് ഭർത്താവിന് നോക്കിയും ഉമ്മാന്റെയും ബാപ്പാന്റെയും നോക്കിയും ശുഹദാക്കളെ കൂലിയാണ്. പിന്നെയോ ആ അടുത്തുള്ള പള്ളിക്ക് പോകുന്നതിന്റെ മുഴുവൻ കൂലിയും അവിടെ കെട്ടിച്ചു വിട്ടതിന്റെ പേരിൽ ബാപ്പി
ഹാക്കിമ്യായി എനിക്ക് കിട്ടും, അവിടെ നടക്കുന്ന ക്ലാസിന്റെ മുഴുവൻ കൂലിയും എനിക്കും കിട്ടും. ഇനി അഥവാ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആ കുട്ടി ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ട് ഓള വിഷയത്തിൽ എനിക്ക് റാഹത്താണ് എന്ന് പറയേണ്ടതിന് പകരം എന്തേ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ പറ്റിയത് എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയല്ല, അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കുകയാണ്. നമ്മുടെ സന്തോഷവും ആഹ്ലാദവും മുജാഹിദുകളായ നമ്മുടേത് പോലും ദുനിയാവുമായി ബന്ധപ്പെട്ടത് മാത്രമായി തീർന്നു. വിശ്വാസികളെ, ഈ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകളുണ്ട്, ഞാൻ അവിടേക്ക് വെക്കുകയാണ്. 30ന്റെ മുകളിൽ ഇത്രയും കാലം നമ്മൾ ജീവിച്ചില്ല സോങ്ങളെ ഉണ്ട്. ഒരേ ഒരു കാര്യം, നമ്മുടെ ഇത്രയും കാലം 45 കൊല്ലം 50 ഒക്കെ ഉണ്ട്, 30 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾ ആലോചിക്കാനാണ് ഞാൻ ഇടക്കാട് പറഞ്ഞത്. സോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മുടെ പരലോകം, വ്യക്തിപരമായിട്ട് പറഞ്ഞത്, നമ്മുടെ പരലോകം, നമ്മുടെ സ്വർഗം, നമ്മുടെ നരകമോചനം, നമ്മുടെ ഖബർ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ ഒരു ദിവസം നമ്മൾ കരഞ്ഞതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഖുർആൻ ക്ലാസ് കേട്ട് കരഞ്ഞതല്ല. ഖുർആൻ ക്ലാസ് കേട്ട് കരഞ്ഞതും അതേ സ്ത്രീ കാണാൻ സീരിയൽ കണ്ടിട്ടും കരയുന്നത്, അത് വേറെ കരച്ചിലാണ്, അത് വേറെയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം കേട്ട് കരയുന്നവർ കറുത്ത മുത്ത് കണ്ടിട്ടും കരയുന്നു, അത് വേറെ, അത് വൈകാരികമായ കരച്ചിലാണ്. അതല്ല പിന്നെയോ ദക്കറല്ലാഹ ഖാലിയ വഫാലത്ത് ഐനാ, പടച്ചോനെ നാളെയല്ല മറ്റന്നാൾ ഞാൻ മരിച്ചു, എന്റെ മക്കള് എന്റെ കാല് പിടിച്ചു കെട്ടും, എനിക്കറിയാം, കണ്ണു മൂടും, അവര് ഉറപ്പാണ്, എന്നെ അവര് കൊണ്ടുപോകും. അതുവരെ എന്റെ കൂടെ എന്റെ രാഷ്ട്രീയത്തിന് പിന്നിൽ നിന്ന ആൾക്കാർക്ക് എന്റെ മയ്യത്ത് നിസ്കരിക്കാനും പോലും അറിയാത്ത ആൾക്കാരുണ്ടാവയില് മണ്ണിലേക്ക് എടുത്തു വെച്ച് തിരിച്ചു വന്നിട്ട് മലക്കാള് വന്നെന്നോട് ചോദിക്കുമ്പോ മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ എന്താ പടച്ചോനെ ഞാൻ പറയാ? അല്ലാഹുവേ, ബോധം വെച്ച് അന്ന് മുതൽ ഇതുവരെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 തവണയെങ്കിലും പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണമെന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഞാൻ എന്റെ ജീവിതത്തിൽ, സഹോദരങ്ങളെ, പ്രവാചകൻ പറഞ്ഞില്ലേ, ഐനാനി, 2 കണ്ണുകൾ, ലാ തമുസ്സുന്നാർ, ആ 2 കണ്ണുകൾ നരകം സ്പർശിക്കൂല. അതിലൊന്നെന്താണ്? ഐനുൻ, ഒരു കണ്ണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് അവനവന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞ കണ്ണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വരെ ആത്മാർത്ഥമായിട്ടാണ് റമദാനിലെങ്കിലും അവനവന്റെ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് ഖബറിനെ കുറിച്ച് ഇത്രയും കാലത്തിനിടയിൽ ഒരു ദിവസം കരഞ്ഞിട്ടുണ്ടോ? എന്തേ കാരണം? നമുക്ക് കരയാൻ കഴിയാത്തോണ്ടാ? അല്ല സഹോദരങ്ങളെ, നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എപ്പെന്നറിയോ? നമ്മുടെ കുട്ടിക്ക് ചെറിയൊരു പനി വന്നു, ഡോക്ടർ അടുക്കലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് വരാൻ, മഞ്ഞപ്പിത്താണ്, ലങ്സിന് ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ നമ്മളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യനൊന്ന് പറഞ്ഞേക്കിൻ, ബാപ്പാരെ നമ്മളോടാട്ടോ, ഭാര്യനൊന്ന് മാറ്റി നിർത്തി. നമ്മൾ പറഞ്ഞു, വിഷമിക്കരുത്, ക്രിട്ടിക്കലാണ്, 90% പരാജയപ്പെടും, 10% ഉള്ളൂ. ആ 10% പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളിൻ. പാപ്പാരെ എന്തായിരിക്കണം മാനസികാവസ്ഥ നിങ്ങൾ പറയും. ഞാനൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, ഐസിയുടെ മുന്നിൽ അത് പറഞ്ഞിട്ട് ഡോക്ടർ വാതിലടച്ചു. ലോകത്താര് കാണാനുണ്ടെങ്കിലും ഐസിയുടെ മുന്നിൽ ഞാൻ അറിയാതെ മുട്ടുകുത്തിയിരിക്കും, കണ്ണെന്ന് കണ്ണീരിങ്ങനെ വരും. ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ കുട്ടിനെ ഈ കൊണ്ടുവല്ലേ. ജീവിതത്തിൽ എന്റെ ചൂണ്ടുവരൽ പിടിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുള്ളവന് അവന് തന്നിട്ടുള്ള ഉമ്മ എന്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ല പടച്ചോനെ. ബാപ്പാ എന്നുള്ള വിളി എന്റെ കർണപടങ്ങളിൽ വരുന്നുണ്ട് പടച്ചോനെ. എന്റെ കുട്ടിനെ നാഥാ നീ കൊണ്ടുവല്ലേ. നമ്മുടെ കണ്ണെന്ന് കണ്ണീര് വരും. ആത്മാർത്ഥമായി നമ്മുടെ മനസ്സ് നല്ലാനോട് തേടും, പടച്ചോൻ എന്റെ കുട്ടിനെ കൊണ്ടുപോകല്ലേ. രക്ഷിതാക്കളെ, വാപ്പമാരെ, നമ്മൾ ഒന്നുകൂടി ചോദിക്കാൻ, നമ്മൾ നമ്മുടെ ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയുടെ പൊക്കിൾ കൊടി കുട്ടിയുടെ കഴുത്തിലൂടെ ചുറ്റിയിട്ടുണ്ട്, 2-ൽ-1 രക്ഷപ്പെടുള്ളൂ. എന്താ വാപ്പാരെ നമ്മുടെ മാനസികാവസ്ഥ? നിങ്ങൾ പറയും, എന്താ മാനസികാവസ്ഥ? അവിടെ നിന്ന് നമ്മൾ പോകുന്നിടെ എങ്ങാണ് ളുഹർ ബാങ്ക് കേട്ടാൽ ഹോസ്പിറ്റലിലെ പള്ളിക്ക് നമ്മൾ പോകും. എന്നിട്ട് സുജൂദ് കിടന്നിട്ട് സുന്നത്തിൽ സുജൂദ് കിടന്ന് നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ എന്റെ ഭാര്യയെ നീ കൊണ്ടുപോകല്ല പടച്ചോനെ, എന്റെ കുട്ടിനെ നീ കൊണ്ടുപോകല്ല പടച്ചോനെ, 2 പേരെനിക്ക് വേണം പടച്ചോനെ, കൈവിടല്ല നാഥ. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ വിങ്ങലുണ്ടാകും. ആത്മാർത്ഥമായി നമ്മൾ അല്ലാഹുവിനോട് തേടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ, ഒരു ദിവസം ഉമ്മമാരെ നിങ്ങളുടെ ഗൾഫിലുള്ള ഭർത്താവ് വിളിക്കാൻ നോക്കൂ, ഇതാ ഗൾഫിൽ സാമ്പത്തികമായി പ്രതിസന്ധിയായി, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്ന തോന്നുന്നത്, നീ ഒന്ന് പ്രാർത്ഥിക്കണം. അതുവരെ 8 മണിക്ക് പോലും ഇശാ നമസ്കരിക്കാതെ സീരിയൽ കാണുന്ന ആ സഹോദരി അന്ന് രാത്രി 1 മണിക്ക് എഴുന്നേൽക്കും. പടച്ച തമ്പുരാന്റെ മുന്നിൽ
സുജൂദ് കടന്നിട്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ ഇക്കാക്കാന്റെ ജോലി കളയല്ലേ, കണ്ണെന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടത് ഇതാണ്. എന്തെന്നറിയോ? എന്റെ കുട്ടിക്ക് വേണ്ടി കരഞ്ഞ ഞാൻ, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കരഞ്ഞ ഞാൻ, എന്റെ ഭർത്താവിന് വേണ്ടി കരഞ്ഞ ഞാൻ, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എന്റെ ഖബറും എന്റെ പരലോകവും എന്റെ നരകശിക്ഷയും എന്റെ കരച്ചിലായി വരാത്തത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഇതാണ്. അതാണ് പിശാച് നമ്മളെ വഴിതെറ്റിച്ചതിന്റെ ഒന്നാമത്തെ അടയാളം. അതെന്താണ് എന്നറിയുമോ? എന്റെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിനേക്കാളും എനിക്ക് വിഷമകരമായി ഖബറിലെ ശിക്ഷ എനിക്ക് തോന്നിയിട്ടില്ല, ഇന്ന് വരെ തോന്നിയിട്ടില്ല. എന്റെ ഭാര്യ എന്നെ വേർപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന മാനസികമായ വിഷമത്തെക്കാൾ വലുതാണ് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് പടച്ചതമ്പുരാൻ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആർത്തനാദങ്ങളും അട്ടഹാസങ്ങളുമായി നരകത്തിന്റെ തീജ്വാലകളിൽ കടന്നെറിയുന്ന ആ സമയം എനിക്ക് എന്റെ ഭാര്യ നഷ്ടപ്പെടുന്നതിനേക്കാളും വലിയ വേദനയായി മാറിയില്ല. പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് നമ്മൾ വരേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ ആഹ്ലാദം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം നമ്മുടെ പരലോകമാകണം. അതിന് താഴെയാണ് ദുനിയാവിന്റെ ബാക്കി കാര്യങ്ങൾ വരേണ്ടത്. അതുകൊണ്ടാണ് ദുനിയാക്കും നിങ്ങൾ ദുനിയാക്കും, നിങ്ങൾ ദുനിയാവിന്റെ കാര്യം നന്നാക്കിക്കോളൂ, ആഖിറത്തിക്കും, പക്ഷേ നിങ്ങളുടെ ആഖിറത്തിന്റെ വിഷയമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് എന്റെ സഹോദരിമാരോട് ചോദിക്കാൻ. ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആഹ്ലാദങ്ങളും പലപ്പോഴും ദുനിയാവായി മാത്രം മാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതാണ് പരലോകത്തിന്റെ വിഷയവുമായി ചേർക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കൊരു ദിവസം 2 കല്യാണമുണ്ടായി എന്ന് വെക്കുക. 2 കല്യാണം, രാവിലെയും ഉച്ചക്കുമായി 2 കല്യാണം. 2നും നിങ്ങൾ പോകണം എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു. തലേന്ന് വരെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായി. ഇക്കാക്കാനോടും പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് കല്യാണത്തിന് പോകണം എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചു. അന്നൊന്നാമത്തെ കല്യാണത്തിന് പോയി. ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് 2ാമതൊരു കല്യാണത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്. എന്തായിരിക്കും അന്ന് വീട്ടിലുണ്ടാകുക? സ്വാഭാവികമായി എന്റെ അനുഭവം വെച്ച് എല്ലാവരുടെയും അന്ന് സഹോദരിമാർക്ക് സങ്കടം ഉണ്ടാവും. കാക്കാണ്ട് പറയും, പടച്ചോനെ 2ാമത്തിനോട് അത്രയും വിളിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ, ആകെ സങ്കടായി. എന്തേ പടച്ചോൻ അങ്ങനെ ആയത്? എന്റെ ഉമ്മമാരോട് ചോദിക്കാനുള്ള ഉമ്മാരെ, നമുക്കൊരു വർഷത്തിൽ എത്ര കല്യാണത്തിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്? ഒരു മാസത്തിൽ മിനിമം 2ഓ 3ഓ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരു ദിവസത്തെ ഒരു കല്യാണത്തിൽ നമ്മൾ പോയി, 2ാമത്തെ കല്യാണത്തിൽ നമ്മൾ പോകാഞ്ഞിട്ട് നമുക്ക് സങ്കടം അല്ലേ? ഒരു കല്യാണം അവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തും അവിടുന്ന് അത് കഴിഞ്ഞിട്ട് 15 കിലോമീറ്റർ അപ്പുറത്തേക്കും പോകാത്തിൽ സങ്കടം. ആ സങ്കടപ്പെടുന്ന മനസ്സിനോട് ചോദിക്കുക, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുനിന്ന് 100 മീറ്റർ അപ്പുറത്തുനിന്ന് ലേണിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഫാത്തിഹന്റെ അർത്ഥം ഖബറിൽ ചോദ്യമാണ്, മാ ഇമാമുക്കാം അൽ ഖുർആൻ ഇമാമി എന്ന് പറയാൻ മിനിമം എന്റെ ജീവിതത്തിൽ ഞാൻ ഓതുന്ന മിനിമം സൂറത്തുകളെങ്കിലും അർത്ഥം എനിക്ക് അറിയണം. പ്രവാചകൻ പറഞ്ഞില്ലേ, 2 അധ്യായങ്ങൾ സ്ത്രീകളോട് ചോദിക്കുറപ്പാ പരലോകത്ത്. വായിച്ചിട്ടുണ്ടോന്നെങ്കിലും, വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആശയമെങ്കിലും. 1 സൂറത്തുൻ നിസാ, 2 സൂറത്തുൻ നൂർ. ഇത് വീടിന്റെ 200 മീറ്റർ അപ്പുറത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലായി, 6 കൊല്ലായിട്ടും പോകാത്തതിൽ ഉമ്മമാരെ, നമ്മുടെ മനസ്സിൽ വിഷമല്ല എങ്കിൽ അറിയണം, സൽക്കാരത്തിന് പോകാത്തതിൽ വിഷമിക്കുന്ന മനസ്സ്, കല്യാണത്തിന് പോകാത്തതിൽ വിഷമിക്കുന്ന മനസ്സ്, ലേണിംഗ് ക്ലാസിന് പോകാത്തതിൽ വിഷമമില്ല എങ്കിൽ നമ്മുടെ ഈമാൻ 2ാമതായി നമ്മൾ പുതുക്കേണ്ടതാണ്. വെറുതെ പറയല്ല സോങ്ങളെ, ഞാൻ എന്നോടെന്ന പോലെ പറയാൻ. എന്റെ വിശ്വാസികളെ, എന്റെ ഉപ്പമാരെ, നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടെന്ന് വെക്കുക. നമ്മളോട് കുട്ടി പറഞ്ഞു, വാപ്പ 12 മണിക്കായിരിക്കട്ടെ പ്രോഗ്രാം, വാപ്പച്ച് കാണാൻ വരണട്ടോ. ഇൻഷാ അല്ലാഹ് വരാം മോളെ എന്ന് പറഞ്ഞു. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. നമ്മൾ എത്തി നേരെ കുട്ടിയുടെ പരിപാടി കാണാൻ വേണ്ടി നിൽക്കുമ്പോ കുട്ടി അവസാനത്തെ പാട്ട് പാടിയിട്ട് കത്തലിങ്ങനെ താഴാൻ. എന്തായിരിക്കും പാരെ നമ്മുടെ മനസ്സിലുണ്ടാകുക? വിഷമുണ്ടായി. പടച്ചോനെ, ഞാൻ വന്നപ്പോഴേക്കും കുട്ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞല്ലോ. നമ്മളന്ന് രാത്രി കുട്ടിന്റെ അടുത്ത് പോകും, മോളെ വാപ്പ വരാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. വല്ലാത്ത സങ്കടായി. ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മളറിയാം എത്ര ജുമാക്ക് ഖത്തീബ് മിമ്പർമ കയറിയിട്ട് താഴേക്ക് നമ്മൾ വരികയാണ്. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ ജുമാക്ക് വന്ന ആളുകളുടെ പ്രതിഫലം പൂർത്തിയായി കഴിഞ്ഞു. പിന്നീട് വരുന്ന ആളുകൾ ഒരു വേള പടച്ചു തമ്പുരാന്റെ ജുമാ കിട്ടും, പക്ഷേ ജുമായുടെ കൂലി പരിപൂർണമായി കിട്ടുമോന്നറിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടമായി വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മക്കളുടെ റിസൾട്ടുകൾ വന്നു, ഒരുപാട് A+ കിട്ടി, അൽഹംദുലില്ലാഹ്, ഇനിയും ഉണ്ടാകണം. നമ്മളിൽ നിന്നാണ് IAS ഉണ്ടാകേണ്ടത്, നമ്മളിൽ നിന്നാണ് ഡോക്ടർമാരുണ്ടാകേണ്ടത്, നമ്മളിൽ നിന്നാണ് എഞ്ചിനീയർമാരുണ്ടാകേണ്ടത്. പക്ഷേ രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് A+ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ
മനസ്സിലുണ്ടാകുന്ന സന്തോഷം അൽഹംദുലില്ലാഹ് ഉണ്ടാകണം. പക്ഷേ അതേ കുട്ടിക്ക് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ അറിയുന്നില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ നമുക്ക് സങ്കടം ഉണ്ടായിക്കണോ? ഞാൻ എന്റെ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മഞ്ചേരിയിൽ യേശു സ്കൂളിൽ വെച്ച് നടന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് 95 പെൺകുട്ടികൾ പങ്കെടുത്തു. 95 പെൺകുട്ടികളും 10ാം ക്ലാസിന്റെ മുകളിലുള്ള പെൺകുട്ടികൾ മാത്രമാണ്. 8ഉം 9ഉം പോലില്ല. 10ന്റെ മുകളിൽ അവർ 1800 ഫീസ് കൊടുത്തിട്ടാണ് ആ ക്യാമ്പിന് പങ്കെടുത്ത് 7 ദിവസമാണ്. ആ ക്യാമ്പിൽ നമസ്കാരം എന്നുള്ള വിഷയമാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നത്. നിസ്കാരം എന്നുള്ള വിഷയം അവർക്ക് ക്ലാസ് എടുത്തതിന് ശേഷം അവരോട് ചോദിച്ചു, മക്കളെ ഇസ്ലാമിലെ പ്രാരംഭ പ്രാർത്ഥന നിങ്ങളൊന്ന് എഴുതണം എന്ന് പറഞ്ഞു. 95 കുട്ടികളിൽ 5 കുട്ടികൾ എഴുതി തന്നു. 5 കുട്ടികൾ. അപ്പൊ പറഞ്ഞു, സ്വാഭാവികം ചിലപ്പോൾ എഴുതാൻ കഴിയില്ല, ചില കുട്ടികൾക്ക് ഉണ്ടാകാം, ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ അറബി എഴുതാൻ കഴിയില്ല. ശരി, ചൊല്ലി തന്നാ മതി എന്ന് പറഞ്ഞു. 90 കുട്ടികളും എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളായ വാപ്പാരന്മാരും നമ്മളെ മക്കളാണ്, വേറെ ആരുമല്ല. 90 പെൺകുട്ടികളും പറഞ്ഞു, മാഷേ ഫുള്ളായിട്ട് അറിയില്ല. ഏത് അല്ലാഹുമ്മ ബാഇദ് ബൈനിയോ വജ്ജഹ്തുവോ ഫുള്ളായിട്ട് അറിയില്ല. ഉമ്മാരെ ഉപ്പാരെ എന്റെ ചോദ്യം ദർശനം ഞാൻ എന്നോട് ചോദിക്കാൻ, എന്റെ കുട്ടിക്ക് നിസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനയും അറിഞ്ഞിട്ടില്ല എന്നറിഞ്ഞിട്ട് എങ്ങനെയാ അമ്മാരെ ഓരോരുള്ള ഭക്ഷണം അണ്ണാക്കിന് കീഴ്പോട്ട് ഇറങ്ങിയത്? എങ്ങനെ വാപ്പാരെ എന്റെ കുട്ടിക്ക് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല എന്നറിഞ്ഞിട്ട് അന്നെങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞ്? നാളെയല്ല മറ്റന്നാൾ അവനെങ്ങാനും മരിച്ചുപോയാൽ പരലോകത്തവൻ പറയില്ലേ, റബ്ബന അതഇന സാദത്തന വകുബ്റാഅന. കുബ്റാഅന എന്നിൽ പണ്ഡിതന്മാർ പറഞ്ഞെന്നറിയോ? അൽ അബവാനി, ബാപ്പാനും ഇമ്മാനും പറഞ്ഞതനുസരിച്ച് കേട്ടിട്ടാണ് പഠിച്ചോനെ നരകത്തിലേക്ക് പോയത്. അതുകൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നതിന്റെ മുമ്പായി നമ്മുടെ മക്കളുടെ പരലോകത്തിന്റെ വിഷയം നമ്മൾക്ക് ഗൗരവമുണ്ടാകണം. പറഞ്ഞത് പിശാച് നമ്മെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നത് ഒന്നാമതായി ദുനിയാവിന്റെ വിഷയത്തിൽ സന്തോഷം നൽകുക, ദുനിയാവിന്റെ വിഷയത്തിൽ സങ്കടം നൽകുക. സഹാബാക്കൾ നബിയും അങ്ങനെയല്ല. നബി കരഞ്ഞു. എപ്പോൾ? നബി എപ്പോഴാ കരഞ്ഞത്? നബിയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിച്ചു. നബിന്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. ചെറിയ രൂപത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഹാദിഹി റഹ്മത്തും മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. മെല്ലെ കരഞ്ഞ നബി വാവിട്ട് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, വാവിട്ട് കരഞ്ഞു. എപ്പോൾ? അല്ലാഹുവിന്റെ ആയത്തിറങ്ങി, പടച്ചതമ്പുരാന്റെ ആയത്തിറങ്ങി. ഏത്? സൂറത്ത് വാഖിഅ ഇറങ്ങി. പ്രവാചകൻ പറഞ്ഞു, സയ്യബ്തനി സൂറത്ത് വാഖിഅ, സൂറത്ത് വാഖിഅ എന്റെ മുടി നരപ്പിച്ചു. പേടിച്ചിട്ട് നബി പേടിച്ചിട്ട് മുടി നരച്ചു നബി, വാവിട്ട് കരഞ്ഞു നബി. എന്തേ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിദത്തുർ റാഫിഅ. അല്ലാഹു ഭയാനകമായ പരലോകത്തെ വിശദീകരിക്കുന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോ ഈ ലോകത്തിന്റെ പ്രവാചകൻ കരഞ്ഞു. സ്വന്തം കുട്ടി മരിച്ചപ്പോൾ കരയാത്ത നബി അവനവന്റെ ജീവിതത്തിൽ പരലോകത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞു. ആ കണ്ണുനീരാണ് മുജാഹിദുകളെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവനവന്റെ വീട്ടിൽ അന്നത്തെ മെഴുകുതിരി പോലെയുള്ള വിളക്ക് കത്തിച്ചിട്ട് അവനവന്റെ ചൂണ്ടുവിരൽ കൊണ്ടുപോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നമ്മൾക്ക് സുപരിചിതമാണ്. ഉമറെ, ഒരു ചെറിയ ചൂണ്ടുവിരലിന്റെ അഗ്രഭാഗം പോലും ദുനിയാവിൽ നിസ്സാരമായ ഈ ചൂടിന് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഉമറെ ജീവിതത്തിൽ 69 ഇരട്ടിയുള്ള അതിശക്തമായ നരകത്തിന്റെ തീജ്വാലകൾ നിന്റെ ശരീരം മുഴുവൻ എങ്ങനെ താങ്ങും എന്നാലോചിച്ച് കരയുന്ന ഉമർ. സഹോദരങ്ങളെ, ഈ കരച്ചിലും ഈ സന്തോഷവുമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിയാധാരം. അവിടേക്ക് നമ്മൾ മടങ്ങണം. രണ്ടാമത്തത് സമയപരിമിതികൾ കൊണ്ട് ചുരുക്കുകയാണ്. രണ്ടാമത്തേത് പിശാച് നമ്മളെ വഴിതെറ്റിച്ച രണ്ടാമത്തെ ഒരു മേഖല. വിശ്വാസികളെ, നമ്മൾ നമ്മുടെ പരലോകത്തെക്കാളപ്പുറം മറ്റുള്ളവരുടെ ദുനിയാവിന് സ്ഥാനം നൽകുന്ന ഒരു ജീവിത രീതി അല്ലാഹു പടച്ചതമ്പുരാൻ നൽകിയതിൽ നിന്ന് ഓപ്പോസിറ്റായി സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ എല്ലാ വിഷയത്തിലും മറ്റുള്ളവരെ പരിഗണിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ ഒരു വിഷയത്തിൽ നമ്മളോട് സ്വാർത്ഥനാകാൻ വേണ്ടി പറഞ്ഞു. അതേതാ സോങ്ങളെ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്നു പോകരുത്. വല്ലാത്തൊരായത്താണ്. ഖുർആനിലെ ബാക്കിയുള്ള എല്ലാ മേഖലയിലും ബാക്കിയുള്ളവരെ പരിഗണിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞെടുത്ത് ഒരു ഭാഗത്ത് പറഞ്ഞു നിങ്ങൾ 100% സ്വാർത്ഥന്മാരാകണം. അതേതാണ്? അലൈക്കും അൻഫുസക്കും, നിങ്ങളുടെ പരലോകത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സ്വാർത്ഥന്മാരാകണം. അതെന്താണ്? ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നരകം വാങ്ങുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു സന്ദർഭം പറയട്ടെ. ഇപ്പൊ എനിക്ക് രോഗമായി, അല്ലെങ്കിൽ നമുക്ക് രോഗമായി, ഡോക്ടർ അടുക്കലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചിട്ട് പറയാണ്,
കുടുംബക്കാരോട് വളരെ ക്രിട്ടിക്കലാണ്. ചിലപ്പോ 2-3 ദിവസത്തിനുള്ളിൽ ഡോക്ടർമാരെ പറഞ്ഞു, ഇന്ന് രോഗിയായി ഞാൻ കേട്ടു. രക്ഷിതാക്കളെ, നമ്മളെ കുറിച്ച് ആലോചിക്കുക, വേറെ ആരില്ല. നമ്മളോട് നമ്മുടെ രോഗത്തെപ്പറ്റി 3 ദിവസത്തിനുള്ളിൽ നമ്മൾ മരിക്കുന്നതിനെ പറ്റി ഡോക്ടർ പറയുന്നത് നമ്മൾ കേട്ടു. എല്ലാവരും നമ്മളെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് ഓരോരുത്തർ വന്നു, നമ്മെ സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു, സുഖാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുവിന്റെ ഖൈറുണ്ടാവുന്നൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരിങ്ങനെ വരികയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, അസീസാക്ക, മുഹമ്മദാക്ക, ഫാത്തിമാത്ത, ഇൻഷാ അല്ലാഹ് സുഖാവൂട്ടോ, ഞങ്ങൾ കഴിഞ്ഞ ജുമാക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയുള്ള ജുമാക്കും പ്രാർത്ഥിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊരു 35 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ഒരു 3 സെന്റ് സ്ഥലം നമ്മുടെ പള്ളിക്കൊന്ന് തന്നിരുന്നെങ്കിൽ സ്ത്രീകൾക്കൊന്ന് ജുമാക്ക് കൂടാൻ ഒന്ന് സൗകര്യം ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ തീരെ സൗകര്യമില്ല, ഒന്ന് തരുമോ? നിങ്ങൾ കുറച്ച് മരങ്ങളുണ്ടല്ലോ, ഒരു മരം തന്നിരുന്നെങ്കിൽ മദ്രസയിലെ കുട്ടികൾക്ക് ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കാമായിരുന്നു, ഒന്ന് തരുമോ? സ്വങ്ങളെ നമ്മളോട് ചോദിച്ചു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, രക്ഷിതാക്കളെ, എന്തായിരിക്കും നമ്മുടെ മറുപടി? എന്താകണമായിരുന്നു നമ്മുടെ മറുപടി? നമ്മൾ മനസ്സിലാക്കണം, പടച്ചോനെ, ഞാനിതാ എന്റെ ജീവിതത്തിൽ മറ്റന്നാൾ ഈ ദുനിയാവുന്ന് പോവുകയാണ്. മറ്റന്നാൾ ഞാൻ കണ്ണടച്ചാൽ പിന്നെ ഞാൻ തുറക്കുന്ന ലോകം മറ്റൊരു ലോകത്താണ്. ഇതുവരെ ഞാൻ കാണാത്ത മറ്റൊരു ലോകത്ത് വേണ്ടി ഞാൻ കണ്ണു തുറക്കുകയാണ്. പിന്നീട് ഞാൻ കേൾക്കുന്ന ശബ്ദം മാലാഖമാരുടെ ശബ്ദമാണ്. പിന്നീട് ഞാൻ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഇതുവരെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. പടച്ചോനെ, എന്റെ മനസ്സിലേക്ക് വരും, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ, എന്റെ വാക്കുകൊണ്ട് വേദനിച്ചവർ, എന്റെ ജീവിതത്തിൽ രഹസ്യമായി ചെയ്ത തെറ്റുകൾ, ഞാൻ കൊടുക്കാത്ത സ്വതക്കുകൾ, ഞാൻ എന്റെ ജീവിതത്തിൽ വാക്കുകൊണ്ടും നോക്കം കൊണ്ടും അള്ളാഹുവിനോട്, പടച്ചതമ്പുരാനോട് നന്ദികേട് കാണിച്ചതിന്റെ മുഴുവൻ വരികയാണ്. പടച്ചോനെ, ഇനി എനിക്കധികം അധ്വാനിക്കാനും വയ്യ, ഇതാ എന്റെ മുന്നിൽ ഒരു അവസരം വരികയാണ്. എന്ത്? പള്ളിക്കൊരു 2-3 സെന്റ്, ഒരു 5 സെന്റിന്റെ മനസ്സിൽ വരുന്ന എന്താ അറിയോ? പടച്ചോനെ, 5 സെന്റ് കൊടുത്താൽ ആ പള്ളിയിൽ വരുന്ന, ഞാൻ മരിച്ചു പോയാലും ആ പള്ളിയിൽ വന്ന് ജുമാ നമസ്കരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആയിരക്കണക്കിന് കൂലിയെ ഉണ്ടാക്കി പഠിച്ചാൽ, അവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും ഓതുന്ന ഓരോ ആയത്തിന്റെയും ഹർഫിന്റെയും കൂലി മരിച്ചു കഴിഞ്ഞാലും എന്റെ ഖബറിലേക്ക് വരും. പടച്ചോനെ, ഞാനിതാ കൊടുക്കാൻ കാരണം നാഥ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും അർഹമുറാഹിമായ നാഥ, ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്ക കൊണ്ട് നീ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി കൊടുക്കേണ്ടവരാണ് നമ്മൾ. ഉറപ്പല്ലേ? ആണ്. എത്ര ആൾ കൊടുക്കും? ഞാൻ ക്ലാസ്സിന് വേണ്ടി ചോദിക്കല്ലോ, നിങ്ങളെ എത്ര ആൾ കൊടുക്കും? ഞാൻ പറയുന്നു, ഞാനടക്കട പറഞ്ഞ് 99% ആൾക്കാർ കൊടുക്കൂല. അതിന് കാരണമുണ്ട്. എന്താ പറയോ? പറയണത് നമ്മൾ പറഞ്ഞ എന്താ പറയാ? ഇങ്ങനെ വരും പള്ളി കമ്മിറ്റിക്കാരിങ്ങനെ പറയും, കമ്മിറ്റിക്കാർ പറയും, നിങ്ങൾ മിഞ്ഞാന്ന് വരികയാണെങ്കിൽ ഞാൻ തന്നീന്നു. തരൂല, എന്നാലും പറയണം. എന്തേ മിഞ്ഞാന്ന് വന്നാൽ? എനിക്ക് 2 കുട്ടികൾ 3 കുട്ടികളല്ലേ. എന്റെ മൂത്ത കുട്ടി സെലീനാക്ക് വീട് വെക്കാൻ ആ സ്ഥലം തന്നെ വേണമെന്നോള് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഓൾക്ക് കൊടുക്കണം നിയ്യത്ത് വെച്ചു. നിയ്യത്ത് വെച്ചാൽ പിന്നെ നിയ്യത്ത് മാറ്റാൻ പറ്റൂലല്ലോ, ഐസില. പിന്നെ നിയ്യത്തിന്റെ ഫലമൊക്കെ ഇങ്ങോട്ട് പറയും. പിന്നെ ആ മരം, എനിക്കത് ഇളയ കുട്ടി വീട് പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു വെച്ചിരുന്നു. ഞാനത് കൊടുക്കാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മൂപ്പര് തരൂല. ഞാൻ എന്തിനാ സംഗതി പറഞ്ഞറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ ആലോചിക്കേണ്ട ഒരു ഭാഗം എന്താ അറിയോ? ഞാൻ മരിച്ചുപോയാൽ, അതിന്റെ അർത്ഥം കുടുംബത്തെ പട്ടിണിക്കണം ഒന്നുമല്ല സ്വങ്ങളെ. ഞാൻ മരിച്ചുപോയാൽ നാളെ പരലോകത്ത് എനിക്കായിട്ട് എന്തുണ്ട് എന്ന് ആലോചിക്കുന്നിടത്തു നിന്ന്, ഞാൻ മരിച്ചുപോയാൽ കുടുംബവും ബാക്കിക്കാരും പട്ടിണിയാകരുത്, അവർ പ്രയാസപ്പെടരുത്, അവർ ബുദ്ധിമുട്ടരുത്, ഞാൻ നരകത്ത് കിടന്നാലും എന്നാലോചിക്കുന്നിടത്തേക്ക് നമ്മൾ പോലും എത്തി. അതാ ഗുരുതരം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ആടിനെ സ്വതക്ക കൊടുത്തു. പ്രവാചകൻ അതിനെ മുറിച്ചിട്ട് ആ ആടിന്റെ മാംസവുമായി ആടിനെയുമായി ആയിഷ റളിയല്ലാഹു അൻഹ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എടുത്തുള്ള സാധുക്കൾക്ക് ഇത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയി പള്ളിക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ എന്താണ് ആയതെന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ 2 റിപ്പോർട്ടാണ്. ഒന്ന് കൈക്കുറകിന്റെ ഭാഗം, മറ്റൊന്ന് കാൽക്കുളമ്പിന്റെ ഭാഗം. റസൂലുള്ളാഹി കാൽക്കുളമ്പിന്റെ അല്പം ഭാഗം അവിടെ കുറച്ച് മാംസം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ സ്വങ്ങൾ പറഞ്ഞത്? ലാ യാ ആയിഷ, ആയിഷ അങ്ങനെയല്ല, ആയിഷ അങ്ങനെയല്ല. ബാക്കി എന്ന് പറയണമെങ്കിൽ ഈ സാധുക്കൾക്ക് കൊടുത്തതേ ബാക്കി ഉണ്ടാകുള്ളൂ. ഇതുണ്ടല്ലോ നീ ബാക്കി എന്ന് പറഞ്ഞത്, അത് നമുക്ക് കഴിക്കാനാണ്.
ഭാര്യയെ പ്രവാചകൻ തിരുത്താൻ. എന്ത്? വിശ്വാസികളെ, നമ്മുടെ കുടുംബം നോക്കുന്നതിനിടയിൽ, മക്കളെ കെട്ടിക്കുന്നതിനിടയിൽ, കുട്ടിക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നതിനിടയിൽ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി ചിലവഴിക്കുന്നതും അധ്വാനിക്കുന്നതും നിസ്കരിക്കാൻ പോകുന്നതുമേ അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറു അമല, അതേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴും അവനവന് വേണ്ടി ചിന്തിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വിശ്വാസികളെ നമ്മൾ വരേണ്ടതാണ്. ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും സഹോദരങ്ങൾ, ഇതിലെ ഹജ്ജിനും ഉംറക്കും പോയ ആൾക്കാരുണ്ടാകും. അവർക്ക് ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ എന്ന് അവനവൻ ആലോചിച്ചാൽ മതി. ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ള ഒരുപാട്, അള്ളാഹു നമ്മൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പോയിട്ടുള്ള ആളുകൾ ഒരു വിഭാഗം, പിന്നെ നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരോ പോയ ആളുകളെ തലേ ദിവസം സന്ദർശിച്ചിട്ട് ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മള് ഹജ്ജിനും ഉംറക്കും പോകുന്ന ആൾക്കാരെ സന്ദർശിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവരോട് നമ്മള് കുറെ കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കും സഹോദരങ്ങളെ? ഇപ്പൊ ഞാൻ പറയാം, ഞാനൊരു ഉംറക്ക് പോണ ഒരാള് അദ്ദേഹത്തിനോട് പറയും, അസീസാക്ക നിങ്ങൾ ഉംറക്ക് പോകല്ലേ, നിങ്ങള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. സഹോദരങ്ങൾ, നിങ്ങൾ എന്താ നമ്മൾ പറയല്? ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞ എന്താണ്? എല്ലാവരോടും അങ്ങനെ ആയിരിക്കും. ഞാനൊരു കുറ്റല്ലട പറഞ്ഞു, എന്റെ കുട്ടി 10ാം ക്ലാസ്സിലാണ്, ഫുൾ A+ കിട്ടാൻ വേണ്ടി നിങ്ങൾ കാര്യമായിട്ട് ദുആ ചെയ്യണം. നമ്മളെ കുറ്റൊന്നുമില്ല കേട്ടോ, പക്ഷെ അതാ പറയാ. പിന്നെ എന്റെ ഭാര്യ, അവൾക്ക് മുട്ടുംകാൽ വേദന തുടങ്ങിയിട്ട് 14 കൊല്ലായി. എല്ലായിടത്തും കൊണ്ടുപോയിക്കണം. തൽക്കാലം മുട്ടുംകാൽ, ഒന്നിലും മുട്ടുംകാൽ അല്ലെങ്കിൽ 32, രണ്ടിലൊന്ന് തീരുമാനമാണ്. നിങ്ങൾ കാര്യമായിട്ടൊന്ന് ദുആ ചെയ്യണം. എനിക്ക് കച്ചവടത്തിൽ 4-5 നടത്തി, ഒന്നും കൂടി ശരിയായില്ല. നിങ്ങൾ കാര്യമായിട്ട്, നിങ്ങൾ ഒരുപാട് മുജാഹിദ് പ്രവർത്തകരാണ്, തിരിച്ചങ്ങട്ട് അസീസാക്ക, ലത്തീഫാക്ക. അപ്പൊ നിങ്ങളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണ്ടേ? അത് പിന്നെ നിങ്ങൾ പൊതുവായിട്ട് ദുആ ചെയ്യുമല്ലോ. ഇത് നമ്മുടെ നിലപാടാണ്, ഇത് നമ്മുടെ നിലപാടാണ്. ശരിക്ക് നമ്മൾ ഒരു ഹജ്ജിനോ ഉംറക്കോ പോണ ഒരാൾ നമ്മളെന്താ ആദ്യം, ബാക്കി പറയണമെന്ന് കേട്ടോ, നമ്മളെന്താ ആദ്യമായിട്ട് പറയണം? ഫാത്തിമ തങ്ങൾ പോകണ്ടില്ലേ? ഒരുപാട് ആൾക്കാർ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. കൂട്ടത്തിൽ ഇപ്പൊ ഞാനും കൂടി പറയാണ്, ഓർമ്മ ചിലപ്പോ കിട്ടിക്കോളുന്നില്ല. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ബാക്കി ദുനിയാവിൽ A+ മുട്ടുംകാലൊക്കെ അല്ലേ, ആ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ഒരു നിസ്കാരത്തിന് 1,00,000 ഇരട്ടി പുണ്യം കിട്ടുകയും പ്രാർത്ഥനയ്ക്ക് എത്രയും കൂടുതൽ പുണ്യം കിട്ടുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥലല്ലേ. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിന് സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് വിശ്വാസികളെ നമ്മൾ നമ്മുടെ ദുനിയാവ് കഴിഞ്ഞിട്ട് പരലോകം ഓർമ്മപ്പെടുത്തേണ്ടി വന്നു? എന്തുകൊണ്ട് വന്നു? ശൈത്താൻ നമ്മൾക്കിങ്ങനെ സൂചന നൽകുന്നുണ്ടോ നമ്മൾ സ്വയം ഇങ്ങനെ പരിശോധിക്കുക. പ്രവാചകൻ തിരുമേനി അതാ പറഞ്ഞത്. പ്രവാചകൻ സഹാബാക്കൾക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു നാട്ടിലൊരു മോശപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, നമ്മൾ ശരിക്ക് കേൾക്കാനുണ്ടോ? മോശപ്പെട്ട് ജീവിക്കുന്ന വ്യഭിചാരിണിയായ ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ ഭർത്താവ് വളരെ മാന്യമായ നല്ല മനുഷ്യനാണ്. ആ സ്ത്രീക്ക് ഭർത്താവിലൂടെ ഒരു കുട്ടിയുണ്ട്. എന്നാൽ അവിഹിതമായ തോന്നിവാസത്തിലൂടെ മറ്റൊരു കുട്ടിയുണ്ട്. ആ അവിഹിതമായ തോന്നിവാസത്തിലൂടെ ഉണ്ടായ കുട്ടിയെ ഭർത്താവ് ഇതും തന്റെ സ്വന്തം കുട്ടിയാണ് എന്ന് വിചാരിച്ച് ഒരുക്കി മാറ്റി വൃത്തിയാക്കുന്ന, പൗഡറിട്ട് കൊടുക്കുന്ന രംഗം കണ്ടിട്ട് ആ സ്ത്രീ മനസ്സിൽ വിചാരിക്കാൻ, ഇദ്ദേഹം എന്തൊരു വിഡ്ഢിയാണ്, അദ്ദേഹം ഈ ഒരുക്കുന്നതും അദ്ദേഹം ഈ ഭംഗിയാക്കുന്നതും അദ്ദേഹം ഈ കുളിപ്പിക്കുന്നതൊക്കെ മറ്റൊരാളെ കുട്ടിയാണല്ലോ, അത് അദ്ദേഹത്തിന്റേതാണെന്ന് അദ്ദേഹം കരുതുകയാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം കുട്ടിയെ ഇത് കുളിപ്പിക്കണോണ്ട് തിരിഞ്ഞോക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലല്ലോ. എന്നിട്ട് പ്രവാചകൻ സഹാബാക്കളോട് ചോദിച്ചു, സഹാബാക്കളെ ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല, ഭൂരിപക്ഷം മനുഷ്യരും ഇങ്ങനെയാണ്. അവരവന്റേതാണെന്ന് വിചാരിച്ച് അവർ രാപ്പകലില്ലാതെ ഓടുന്നതും ഭംഗി കൂട്ടുന്നതും പണം ചെലവഴിക്കുന്നതും മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതും ഒക്കെ ഈ ദുനിയാവിൽ അനന്തരാവകാശികൾക്ക് വിട്ടേച്ച് പോണ കാര്യത്തിലാണ്. അതിനിടയിൽ അദ്ദേഹം മറക്കുന്നത് അദ്ദേഹത്തിന്റെ ജമാഅത്താണ്, അദ്ദേഹത്തിന്റെ സ്വതക്കയാണ്, അദ്ദേഹത്തിന്റെ ലേണിംഗാണ്, അദ്ദേഹത്തിന്റെ ജുമയാണ്. സഹോദരിമാർ, എന്താ ഫാത്തിമ തങ്ങൾ ജുമയ്ക്ക് വരാത്തത്? അത് കൂട്ടാൻ തൂമിച്ചിട്ടില്ല. കൂട്ടാനായിക്കണ്, പക്ഷെ തൂമിച്ചിട്ടില്ല. ചോറായി, ചാറായി, കൂട്ടാനായി. പിന്നെ എണ്ണ വാർന്ന്
കടുകിട്ട് ചെറുള്ളി അരിഞ്ഞിട്ട് തൂമിച്ചിട്ടില്ലെങ്കിൽ ജുമഅല്ല. മുരിങ്ങാക്കോൽ ഇങ്ങനെ അരിയാണ്. ഇങ്ങനെ അരിയുമ്പോ എടുത്തുനിന്ന് മൈമൂന നബീസാന്റെ കല്യാണം ഓർമ്മല്ലേ, ഇട്ടുവിട്ട് ഓടി. കല്യാണത്തിന് മുരിങ്ങാക്കോല് ഫുള്ളാകണമെന്നില്ല, ഭക്ഷണം റെഡിയാകണമെന്നില്ല, തൂമിക്കണമെന്നില്ല. സോങ്ങളെ ഇവിടെ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ എനിക്കല്ല തന്ന അവസരാണ് ജുമാ, ഇനി നഷ്ടപ്പെട്ടുകൂടാ. എന്നെ അല്ല വിളിക്കാണ് പള്ളിന്ന് പോകാതിരുന്നുകൂടാ. രക്ഷിതാക്കളെ, എന്റെ ഉപ്പമാരോട് ചോദിക്കാൻ എടുത്ത് ഒരു പള്ളി, അതിന്റെ തൊട്ടപ്പുറത്ത് എന്റെ കച്ചവട സ്ഥാപനം, പള്ളിന്ന് അല്ലാഹു ബാങ്ക് വിളിക്കാൻ ഞാൻ സുന്നത്തിന് പോണെന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് പ്രായോഗികമായിട്ട് പറഞ്ഞത്. ആ ജമാഅത്ത് തീർന്നീന്റെ മുന്നൊന്നോടിപ്പോയി നമസ്കരിച്ച് തിരിച്ചു വരാൻ എന്തേ പലപ്പോഴും കഴിയാത്തെന്നറിയോ? എന്താ പറയോ? മൗലവി, ആ സമയത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ശരി, അംഗീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് 200 റുപ്യ നമുക്ക് ലാഭം കിട്ടുന്നു, ശരിയാണ്. ആ 200 റുപ്യ ആർക്കൊക്കെ വേണ്ടിയാണ്? എനിക്കും എന്റെ ഭാര്യക്കും എന്റെ കുട്ടിക്കും, അല്ലേ? 200 രൂപയുടെ ലാഭം ആരൊക്കെയാണ് പങ്കുകൊള്ളുന്നത്? ഞാനും എന്റെ കുടുംബവും. ജമാഅത്തിന് പോകാത്തതിന്റെ കുറ്റാര് മാത്രം കൊള്ളുന്നത്? ഞാൻ മാത്രം. അറിയണം, ഞാൻ മാത്രം. ഉമ്മമാരെ, ബാങ്കിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല. വീട് പലിശയുമായി ബന്ധപ്പെട്ട് വാങ്ങാൻ വേണ്ടി വന്നാണ്. പലിശയായിട്ട് ബന്ധപ്പെട്ടു ഒന്നുമില്ല. കുട്ടികളെ നിർബന്ധിക്കാൻ. ഉമ്മാരെ അറിയണം, നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഉണ്ടല്ലോ, സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ച കുറ്റത്തിൽ നിൽക്കുന്ന ക്യൂലാണ്. അറിയണം, അതിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും. യുവാക്കളെ, എന്തേ ഇതുവരെ ISM പ്രവർത്തിച്ചിട്ടും കല്യാണത്തിന് എന്തേ ശ്രീധരം വാങ്ങിയത്? ഒന്നുമില്ല. ബാപ്പിമിങ്ങ നിർബന്ധിച്ചപ്പോ ബാപ്പാനിമ്മാൻ അനുസരിക്കാതെക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവനവന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത് ദീനിനെതിരായ മുഴുവൻ വിഷയത്തിലും ദീനിനനുകൂലമായ മുഴുവൻ വിഷയത്തിലും ബാപ്പാനിമാൻ അനുസരിക്കണം. ദീനിനെതിരാണോ ഒരാളെയും ദുനിയാവിൽ അനുസരിക്കേണ്ടതില്ല. പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അവനവൻ നരകത്തിലേക്ക് പോകരുത്. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം കൊടുത്തിട്ട് അവനവന് ജീവിക്കാൻ നേരമില്ലാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, ഖൂ അൻഫുസക്കും വഅഹ്ലീകുൻ നാറ. ഖൂ അൻഫുസക്കും, വിശ്വാസികളെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. എന്റെ ജീവിതത്തിൽ ബാക്കി എല്ലാവർക്കും വീടും കുടീരവും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് നാളെ പരലോകത്തെത്തി പടച്ചോനെ ബാക്കിയുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചത് കൊണ്ട് എനിക്ക് ജമാഅത്തിന് സുബഹിക്ക് പോകാൻ നേരമില്ലായിരുന്നു എന്ന മറുപടി വിശ്വാസികളെ പടച്ചു തമ്പുരാന്റെ മുന്നിൽ വിലപ്പോവുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഭൂരിപക്ഷം ആളുകളും നേരമില്ല ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, ജമാഅത്തിന് പോകാൻ, സുബഹിക്കുണരാൻ, സ്വതക്ക കൊടുക്കാൻ. ഒരു സഹോദരൻ വിളിച്ചു ചോദിക്കാൻ, മൗലവി, എന്റെ കയ്യിൽ 7 ലക്ഷം റുപ്യ ഉണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കണോ? 7 ലക്ഷം റുപ്യക്കുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കണമെന്ന് ചോദിക്കണമെങ്കിൽ മൂപ്പർക്ക് എന്തോ വേണ്ടേ? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങളെ ചോദിക്കാൻ കാരണമുണ്ട്. അദ്ദേഹം പറയാൻ, എന്റെ ഒരു കുട്ടി 8ാം ക്ലാസ്, പെൺകുട്ടിയാണ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കണത്. ഞാനിപ്പോ 7 ലക്ഷത്തിന് സക്കാത്ത് കൊടുത്താൽ 8ാം ക്ലാസ് കുട്ടി 4 കൊല്ലം കഴിഞ്ഞിട്ട് കെട്ടിക്കാനാകുമ്പം അവിടെ കെട്ടിക്കാൻ പൈസ ഇല്ലെങ്കിലോ? 2 കാര്യം അറിയില്ല. ഒന്ന്, സക്കാത്ത് എത്രയാണെന്നറിയില്ല. 2, നമ്മൾ ആളുകളുടെ ആലോചന എന്താ അറിയോ? ഞാൻ എന്റെ ഉമ്മാടെ ചോദിക്കണം, ഉമ്മാരെ എന്തേ സ്വതക്ക കൊടുക്കാത്തറിയോ? കുട്ടിനെ കെട്ടിക്കാൻ പൈസ ഉണ്ടാവില്ല. ആരാ അമ്മാരെ കുട്ടിനെ കെട്ടിക്കണേ? നമ്മളാന്ന് പറഞ്ഞത്. എന്റെ കുട്ടിയെ, എനിക്ക് 1ാമത്തെ കുട്ടി പെൺകുട്ടിയാണ്. എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ എന്റെ കുട്ടി വളരുമ്പോ 4ാമത്തെ മാസം അല്ല എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കുട്ടിനെ ആരാ കെട്ടുക. അതിലേക്കുള്ള നടപ്പാതെ മാത്രം ബാപ്പിയും കുടുംബക്കാരും. അതിനർത്ഥം അന്വേഷിക്കണമെന്നല്ല, ഉണ്ടാക്കി വെക്കണമെന്നല്ല. പക്ഷേ എന്റെ കുട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ സ്വതക്ക കൊടുക്കാതെക്ക, ഞാൻ നരകത്തേക്ക് പോകുക, കുട്ടിയാണ് ദുനിയാവിൽ സുഖമായിട്ട് ജീവിക്കുക. ഇതെന്ത് ജീവിത പ്രിയപ്പെട്ടവരെ? ഇങ്ങനൊരു ജീവിതം സിനിമയിലേ പറ്റുള്ളൂ, അള്ളാന്റെ അടുത്ത് പറ്റൂല, പടച്ചു തമ്പുരാന്റെ പക്കൽ പറ്റൂല. അവനവന്റെ പരലോകത്തിന് വേണ്ടി അവനവൻ അധ്വാനിക്കണം. അലൈക്കും അൻഫുസക്കും. നമ്മൾ നമ്മുടെ കാര്യം മറന്നു പോകരുത്. ഇനി ഇതൊക്കെ നോക്കി എല്ലാരെ കാര്യം നോക്കി നമ്മളെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവനാന്റെ പരലോകം കളഞ്ഞു. ഈ ദുനിയാവിൽ നാളെ പരലോകത്തെത്തിയാൽ ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അല്ല പറഞ്ഞത് ആണോ? അല്ലല്ലോ. മഹാനായ അലി റളിയല്ലാഹു അൻഹു സഹാബാക്കളെ മറമാടിയ ഖബർസ്ഥാനിലേക്ക് പോയിട്ട് രാത്രിയൊക്കെ അവരവന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് ഒറ്റക്ക് ഖബർസ്ഥാനിലേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആത്മകഥ നടത്തുന്ന ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്നു.
സ്വന്തം കൂടെ കളിച്ചു നടന്നവർ, സ്വന്തം കൂടെ യുദ്ധത്തിന് പോയവർ, പ്രവാചകന്റെ കൂടെ ക്യാമ്പുകളിൽ പങ്കെടുത്തവർ ഇന്ന് മരണപ്പെട്ടു പോയി കിടക്കാൻ. സ്വന്തം ചെങ്ങാതിമാർ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ അലിയല്ലാൻ നിന്നിട്ട് യാ ഹിലൽ ഖുബൂർ മാ ഹാലുക്കും, ഖബറാളികളെ എന്താ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ അവർ കേൾക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ, ആത്മകഥ നടത്തുകയാണ്. എന്താ നിങ്ങളെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞ വാക്ക് എന്തറിയോ? ആ വാക്ക് മറക്കരുത്, എന്റെ ക്ലാസ് നിർത്തുകയാണ്. ആ വാക്ക് നമ്മുടെ വീട്ടിൽ പറ്റുമെങ്കിൽ മലയാളത്തിൽ എഴുതിയേക്കണം. ഇവിടെ പറയണ അലിദുല്ലാഹു, ശരിയാണല്ലേ ഞാൻ പറഞ്ഞ കേൾക്കണില്ലല്ലേ? എങ്കിൽ നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം ഈ ദുനിയാവിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പപ്പാരെ എന്താ ഈ പറഞ്ഞ അറിയില്ലെന്നറിയോ? തിരൂരിൽ നിന്ന്, വെസ്റ്റ് ജില്ലയിൽ നിന്ന്, എവിടുന്നായിക്കോട്ടെ, നമ്മൾ ഈ ദുനിയാവെന്ന് മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലെത്തിയാൽ ഈ ദുനിയാവിന്റെ മുകളിൽ എന്ത് സംഭവിക്കുന്നു? എന്ത് സംഭവിക്കുന്നു? ഇന്ന അസ്വാജക്കും ഖദ് സുബ്ബിജത്, നിങ്ങളുടെ ഭാര്യമാർ രണ്ടാമത് വിവാഹം കഴിച്ചു, നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റൊരു സ്ത്രീയെ കെട്ടി. അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം. പെണ്ണുങ്ങൾ ജീവിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ ഇവിടെ ഒരു മുഴങ്ങനെ വന്നിട്ട് പെണ്ണുങ്ങളോട് ഇത് ക്യാൻസർ ആണോ, അപ്പോഴേക്ക് പായക്ക് നിങ്ങൾ മാണ്ടാത്തൊന്ന് പറയല്ലിട്ടോ, എന്തൊരു കെറുവെയുന്നു. കെട്ടിക്കഴിഞ്ഞിട്ട് ഇതാ കാലഘട്ടം കാത്തിക്കേനി മുമ്പിൽ വേറെ പാൾ പോകാൻ. കുഴപ്പമില്ല, പോകാ, ഇസ്ലാം അനുവദിച്ചിരിക്കണ്. നമ്മള് പെണ്ണുങ്ങളോട് വണ്ടി കയറ്റാനാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, ഫാത്തിമ ഇതില്ലാത്ത ജീവിതം പഴമില്ലാത്ത പഴംപൊരി മാതിരിയാണെന്നൊക്കെ പറഞ്ഞ് ഓളി വണ്ടി കയറ്റി. നമുക്ക് ഇതും കൂടി ഇല്ലല്ലോ. കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം നോക്കണ്ടേ നമ്മള് ഒരാഴ്ച കഴിഞ്ഞോട്ടെ, നമ്മൾ അടുത്ത് കെട്ടി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാട്ടോ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചത്, ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നരകത്ത് പോയത്. ഭാര്യയ്ക്ക് വേണ്ടി പലിശ വാങ്ങി, ഭർത്താവിന് വേണ്ടി അനിസ്ലാമിക വസ്ത്രം ധരിച്ചു, മക്കൾക്ക് വേണ്ടിയിട്ട് സ്ത്രീധനം പറഞ്ഞു. സ്വങ്ങളെ ഇവർക്ക് വേണ്ടി അതിലൊന്ന് ഇന്ന അസ്വാജക്കും ഖദ് സുബ്ബിജത്, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചു. വ ഇന്ന അംവാലക്കും ഖദ് ഖുസിമത്, പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പൈസ സ്വതക്ക കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഭാവിയിൽ എടുത്തേക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പൈസ അത് നിങ്ങളുടെ അനന്തരാവകാശികൾ ഓഹരി വെച്ചു. അവരിതാ മൂത്ത മകൻ അതും കൊണ്ട് അവന്റെ കല്യാണം നടത്തി, വീട് വെച്ചു, വാഹനം വാങ്ങി. വ ഇന്ന ബുയൂതക്കും ഖദ് സുകിനത്, നിങ്ങൾ മരിച്ചിട്ട് പിറ്റേ ദിവസമായപ്പോഴേക്കും നിങ്ങൾ വെച്ച വീട്ടിൽ ബാക്കിയുള്ളവർ താമസം തുടങ്ങി. എന്നിട്ട് അലിയല്ലാഹു ചോദിക്കാൻ, നിങ്ങൾക്ക് എന്തേ കൂട്ടരെ കിട്ടിയത്? നിങ്ങളുടെ ഇണകൾ രണ്ടാമത് വിവാഹം കഴിച്ചു, മക്കൾ നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോയി, നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളവർ. മണ്ണിനടിയിലല്ല ചോദ്യം, മണ്ണിനടിയിൽ ഈ വീട് വെക്കുന്നതിന്റെ ഇടയിൽ, മക്കളെ കെട്ടിക്കുന്നതിനിടയിൽ, കല്യാണമുണ്ടാക്കുന്നതിനിടയിൽ സുബഹി പോയോ എന്ന മണ്ണിനടിയിലെ ചോദ്യം, സക്കാത്ത് കൊടുത്തോ എന്ന മണ്ണിനടിയിലെ ചോദ്യം, അള്ളാഹ് നൽകിയ ആദർശം ഒരാൾക്കെങ്കിലും കൈമാറിയോ എന്ന അള്ളാന്റെ ചോദ്യം. അതിനെവിടെ നിങ്ങൾക്ക് മറുപടി പറയാൻ? അതിനെവിടെ മറുപടി പറയാൻ? നമ്മളെ മയ്യത്തായിട്ട് നമ്മളെ കുട്ടികൾ പോവുകയാണ്, ഖബർക്ക് ഇങ്ങനെ എടുത്തു വെച്ചു, കീശിന്ന് മകന്റെ ഒരു 10 റുപ്യ നമ്മുടെ മയ്യത്തിന്റെ മുകളിൽ വീണു. കുട്ടി പറയും എടുക്കുന്നു പറയും. എന്താ എടുക്കുന്നു പറയാൻ കാരണം? നീ ബാപ്പാക്ക് 10 റുപ്യന്റെ ആവശ്യമല്ല, 10 ലക്ഷം ചെലവഴിച്ച ബാപ്പാക്ക് വേണ്ടി 10 റുപ്യ പോലും നമ്മുടെ കുട്ടികൾ ഉപേക്ഷിക്കൂല, ഉപേക്ഷിക്കാൻ അവസരമല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ തിരിച്ചറിയണം. എന്തിനറിയോ? അള്ളാഹ് തന്ന ആയുസ് കൊണ്ട് മണ്ണിനടിയിലേക്ക് എത്തുമ്പോഴേക്കും മണ്ണിനടിയിലെ ചോദ്യം അള്ളാഹ് പറഞ്ഞെന്നു, അവിടേക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും പരലോകത്തെ മുൻനിർത്തിക്കൊണ്ടാകട്ടെ. അധ്വാനങ്ങൾ അവനവന്റെ പരലോകത്തിന് വേണ്ടിയാകട്ടെ. മറ്റുള്ളവരുടെ ജീവിതം നമ്മൾ നോക്കണം, പക്ഷേ അറിയണം അവനവന്റെ ജീവിതത്തിൽ ലക്ഷ്യമായി ഈ ഒരു വാക്കുണ്ടാകണം. എന്റെ ജീവിതത്തിന് ലക്ഷ്യം പുതിയൊരു വീട് കയറ്റലല്ല, എന്റെ ജീവിതത്തിന് ലക്ഷ്യം വാടക വീട്ടിൽ താമസം മാറലല്ല, എന്റെ ജീവിതത്തിന് ലക്ഷ്യം മകളുടെ കല്യാണമല്ല, എന്റെ ജീവിതത്തിന് ലക്ഷ്യം മകന്റെ ജോലിയല്ല. ഇതൊക്കെ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒന്നാമത്തെ ലക്ഷ്യം ഫമൻ സുഹ്സിഅ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. എന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എനിക്ക് അല്ലാഹുവിനെ കാണണം, അമ്പിയാക്കന്മാരെ കാണണം, എന്റെ ഫാത്തിമ ബീവി എനിക്ക് കാണണം, എന്റെ ആയിഷ ബീവി എനിക്ക് കാണണം, എന്റെ അമ്മാറിനെയും എന്റെ യാസറിനെയും റളിയല്ലാഹു അൻഹു വറളു അൻഹും അവരെ കൂടെ എനിക്ക് കാണണം. എന്റെ ജീവിതത്തിൽ വുജൂഹ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ഈ പ്രപഞ്ചത്തിന്റെ സത്താവ് ഞാൻ എന്റെ ബാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്റെ ജീവനേക്കാൾ ഞാൻ ഇതുവരെ കാണാതെ അനുഭവിച്ച് ഞാൻ ആരാധിച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണം. അതൊരു വേള ഞാൻ വാടക വീട്ടിലാണെങ്കിലും
കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും മകന് ജോലിയായിട്ടില്ലെങ്കിലും എനിക്ക് കാണാൻ കഴിയണം എന്ന ആശയും ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനവും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും കരുണാവാരിയായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നാഥ അർഹമുറഹമായ നാഥ നീ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കുകയും ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മുഴുവൻ ആളുകളുടെയും ഇടയിൽ സാഹോദര്യവും ഇഷ്ടവും ഐക്യവും നിലനിർത്തുകയും പരലോകം വരെ സ്വർഗത്തിൽ വരെ ഒരുമിച്ച് ചേരുവാനുള്ള ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഈ ഒരു ക്യാമ്പിന് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും ചിന്താപരമായും അധ്വാനിച്ച ഒരുപാട് ആളുകൾ നാഥ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് ആദർശ കൈമാറിത്തന്ന് മൺമറഞ്ഞുപോയ ഞങ്ങളുടെ മഹാധീരന്മാരായ ഞങ്ങളുടെ നേതാക്കന്മാർ അർഹമുറഹിമായ നാഥ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റമളാനിൽ ചെയ്ത മുഴുവൻ പുണ്യങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കുകയും റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നിർദ്ദേശം കിട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങളെ ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നമസ്കാരത്തിന് ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഹാളിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ. ശാഖാ തലങ്ങളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളവരുടെ